നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയുടെ ഗോളടിമേളം തുടരുകയാണ്. അദ്ദേഹം വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. വലൻസിയക്കെതിരെ 2-0 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിരിക്കുന്നു. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ 23 കളികളിൽ 57 പോയിന്റായി റയൽ മാഡ്രിഡിന്. അതായത് ബാഴ്സയേക്കാൾ 1 പോയിന്റ് മാത്രം പുറകിൽ. ആ ഒരു പോരാട്ടം അവിടെ തുടരുകയാണ്. കിരീട പോരാട്ടം ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഈ മത്സരത്തില് വലൻസിയയുടെ മൈതാനത്ത് കിലിയൻ എംബാപ്പെ, ഗോൺസാലോ ഗാർഷ്യ, ആർദ ഗ്യൂളർ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മുന്നേറ്റത്തിലെ പ്രധാന താരങ്ങൾക്ക് കളിക്കാൻ പറ്റാതിരുന്ന ഒരു മത്സരത്തിൽ എംബാപ്പെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 65-ാമത്തെ മിനിറ്റിലാണ് കരേറസിലൂടെ റയൽ മാഡ്രിഡ് തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ഒടുവിൽ കളിയുടെ അവസാന ഘട്ടത്തിലാണ് ബ്രൈൻ ഡയസിന്റെ അസിസ്റ്റിൽ നിന്ന് കിലിയൻ എംബാപ്പയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുകയായിരുന്നു. കളിക്ക് ശേഷം കോച്ച് ആൽവാരോ ആർബിലോവ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. തിബോട്ട് കോർട്ടുവക്ക് ഒറ്റ സേവ് പോലും നടത്തേണ്ടി വന്നില്ല. എതിരാളികൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് ഉയർത്തിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു ക്വാളിറ്റി. ഓരോ മത്സരങ്ങളായിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. കൂടുതൽ മികവിലേക്ക് ഈ ടീം പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ആർബിലോവ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും റയല് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് അവരുടെ ടൈറ്റിൽ റേസ് കടുപ്പിച്ചിരിക്കുകയാണ്. അടുത്ത മത്സരം റയൽ സോസിഡാഡിനെതിരെ ഫെബ്രുവരി 15 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.